റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ. നിയമം 14. ഒരു സുഹൃത്തായി നടിക്കുക, ഒരു ചാരനെപ്പോലെ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത്, നിങ്ങൾ ആളുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് തുറന്ന് ചോദിക്കുന്നതിന് പകരം ഒരു സുഹൃത്തിനെപ്പോലെ പെരുമാറി രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നേരിട്ടുള്ള ചോദ്യങ്ങൾ ആളുകളെ സംശയത്തിലാക്കുകയും അവർ നിങ്ങളോട് ഒന്നും പറയാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു സുഹൃത്തിനെപ്പോലെ അടുപ്പം കാണിക്കുമ്പോൾ അവർ ഭയമില്ലാതെ എല്ലാ വിവരങ്ങളും നിങ്ങളോട് പങ്കുവെക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നതിനു മുൻപ് നിങ്ങൾ അവരെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കണം. ഈ അറിവ് നിങ്ങൾക്ക് ഒരു വലിയ ശക്തി നൽകും. ആളുകളുടെ ദുർബലമായ കാര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവർക്ക് ഭയമുള്ള കാര്യങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നത് അവരെ സ്വാധീനിക്കാൻ നിങ്ങളെ സഹായിക്കും. ഒരു നല്ല സുഹൃത്തായി നടിക്കുമ്പോൾ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുപ്പം സ്ഥാപിക്കുക, ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. അവരുമായി സംസാരിക്കുകയും അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുകയും ചെയ്യുക. ഇത് അവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാക്കാൻ സഹായിക്കും. ശ്രദ്ധാപൂർവം കേൾക്കുക. ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ചിലപ്പോൾ ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ പോലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചേക്കാം. അവർ പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുക. നിങ്ങൾ ഒരു ചാരനെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരും അറിയരുത്. ആളുകൾ അറിയാതെ നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക. വിവരങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി രഹസ്യമായി ഉപയോഗിക്കുക. എതിരാളികളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അവരെ പരാജയപ്പെടുത്താൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കും. ചുരുക്കത്തിൽ, ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പേടിപ്പെടുത്തുന്നതിന് പകരം അവരുമായി സൗഹൃദം സ്ഥാപിച്ച് വിവരങ്ങൾ ചോർത്തിയെടുക്കുക. ഇത് നിങ്ങൾക്ക് അധികാരവും സ്വാധീനവും നേടാൻ സഹായിക്കും. ചില ഉദാഹരണങ്ങൾ. വിദേശ നയതന്ത്രജ്ഞർ. പുരാതന കാലം മുതൽ പല രാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞർ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവർ ആ രാജ്യത്തെ ജനങ്ങളുമായി വളരെ സൗഹൃദപരമായി ഇടപെടുന്നു. എന്നാൽ അവരുടെ പ്രധാന ലക്ഷ്യം ആ രാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ചും ദുർബലതകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. അവർ വിരുന്നുകളിൽ പങ്കെടുക്കുകയും രാജാക്കന്മാരുമായി ചങ്ങാത്തം കൂടുകയും ചെയ്യും. ഈ സമയങ്ങളിൽ ഒരു സുഹൃത്തിനെപ്പോലെ പെരുമാറിക്കൊണ്ട് അവർ സൈനിക വിവരങ്ങൾ, സാമ്പത്തിക രഹസ്യങ്ങൾ, ഭരണാധികാരികളുടെ വ്യക്തിപരമായ ദൗർബല്യങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കിയെടുക്കും. പിന്നീട് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി വലിയ നേട്ടങ്ങളുണ്ടാക്കും. ശിവാജി ദി ബോസ്. ശിവാജി എന്ന കഥാപാത്രം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും പിടികൂടാൻ ഒരു സാധാരണക്കാരനായി അവരുടെ അടുത്തേക്ക് പോകുന്നു. അവർ ശിവാജിയെ ഒരു സാധാരണ പൗരനായി കാണുമ്പോൾ സ്വന്തം അഴിമതിയെക്കുറിച്ച് തുറന്നു പറയും. ശിവാജി അവരുടെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശിവാജി ഒരു സുഹൃത്തിനെപ്പോലെ അഭിനയിച്ചതുകൊണ്ട് അവർക്ക് യാതൊരു ഭയവും തോന്നിയില്ല. ഈ വിവരങ്ങളാണ് പിന്നീട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചത്. റോമൻ സാമ്രാജ്യം. റോമാക്കാർ തങ്ങൾ കീഴടക്കിയ രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. അവർ ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ വിരുന്നിന് ക്ഷണിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ഈ സമയങ്ങളിൽ റോമൻ സൈനികർ രഹസ്യമായി ആ രാജ്യങ്ങളിലെ സൈനിക ശക്തിയെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളെക്കുറിച്ചും പഠിച്ചു. ഈ സൗഹൃദം ഉപയോഗിച്ച് റോമാക്കാർ ആ രാജ്യങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് അവരെ എളുപ്പത്തിൽ കീഴടക്കുകയും ചെയ്തു. ഹാരി പോട്ടർ. ഹാരി പോട്ടർ എന്ന സിനിമയിൽ വോൾഡ്മോർട്ട് തന്റെ ശത്രുക്കളെക്കുറിച്ച് അറിയാൻ തന്റെ അനുയായികളായ മരണഭോജികളെ ഉപയോഗിക്കുന്നു. അവർ ഹാരി പോട്ടറിന്റെ ലോകത്തിലെ കുട്ടികളോട് സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മാൽഫോയ എന്ന കഥാപാത്രം ഹാരിയോട് സൗഹൃദം സ്ഥാപിച്ച് അവനെക്കുറിച്ച് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നു. മാൽഫോയയെ വിശ്വസിച്ച് ഹാരി സ്വന്തം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ മാൽഫോയ അത് വോൾഡ്മോർട്ടിന് നൽകുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യം ഒരു വ്യാപാര സ്ഥാപനമായിട്ടാണ് വന്നത്. അവർ ഇന്ത്യൻ രാജാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവർ സമ്മാനങ്ങൾ നൽകുകയും സൗഹൃദപരമായ വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയങ്ങളിൽ അവരുടെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാജ്യങ്ങളുടെ സൈനിക വിവരങ്ങൾ, സാമ്പത്തിക നില, രാജാക്കന്മാർക്കിടയിലുള്ള വഴക്കുകൾ എന്നിവയെല്ലാം രഹസ്യമായി മനസ്സിലാക്കി. പിന്നീട് ഈ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഓരോ രാജ്യങ്ങളെയും പതുക്കെ കീഴടക്കിയത്. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ തന്റെ അടുത്ത ആളുകളെ അയക്കുന്നു. അവർ എതിരാളികളുടെ കൂടെ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുക്കുകയും അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യും. അവർ സുഹൃത്തുക്കളാണെന്ന് എതിരാളികൾ വിശ്വസിക്കുമ്പോൾ അവർ ഭയമില്ലാതെ എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവെക്കും. ഈ വിവരങ്ങൾ പിന്നീട് ഡോൺ തന്റെ എതിരാളികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. രഹസ്യ പോലീസ്. ചില രാജ്യങ്ങളിൽ രഹസ്യ പോലീസ് സംവിധാനമുണ്ട്. അവർ സാധാരണ പൗരന്മാരെപ്പോലെ ജോലി ചെയ്യുകയും അവർക്ക് താൽപ്പര്യമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യും. ഈ സൗഹൃദത്തിന്റെ മറവിൽ അവർ ആ ആളുകളുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവർ സർക്കാരിനെ എതിർക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ശേഖരിക്കുന്നു.
ഈ വിവരങ്ങൾ പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യാനോ നിയന്ത്രിക്കാനോ ഉപയോഗിക്കുന്നു. ടൈറ്റാനിക്. ജാക്ക് എന്ന കഥാപാത്രം ഒരു സാധാരണക്കാരനായിട്ടാണ് ടൈറ്റാനിക് കപ്പലിൽ കയറുന്നത്. അവിടെ വച്ച് അവൻ ഒരു വലിയ കുടുംബത്തിലെ അംഗമായ റോസുമായി അടുപ്പം സ്ഥാപിക്കുന്നു. ജാക്ക് ആ കുടുംബത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു. റോസിന്റെ കുടുംബം സാമ്പത്തികമായി ദുർബലമാണെന്നും അവർക്ക് പണം ആവശ്യമാണെന്നും ജാക്ക് മനസ്സിലാക്കുന്നു. ഈ അറിവ് പിന്നീട് അവന്റെ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാം. വർത്തമാന പത്രങ്ങൾ. പത്രപ്രവർത്തകർ ചില സമയങ്ങളിൽ ഈ തന്ത്രം ഉപയോഗിക്കാറുണ്ട്. അവർ ഒരു രാഷ്ട്രീയ നേതാവുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ആ സൗഹൃദത്തിന്റെ മറവിൽ അവർ ആ നേതാവിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പാർട്ടിയിലെ വഴക്കുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ വിവരങ്ങൾ പിന്നീട് ഒരു വാർത്തയായി പുറത്തുവിടുമ്പോൾ അത് ആ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കാം. മണിച്ചിത്രത്താഴ്. ഡോക്ടർ സണ്ണി ഗംഗയുടെ രോഗം നിർണ്ണയിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഗംഗയുടെ സുഹൃത്തായി പെരുമാറുന്നു. അദ്ദേഹം ഗംഗയോട് വളരെ സൗഹൃദപരമായി സംസാരിക്കുകയും അവരുടെ ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, പഴയ കാര്യങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ സണ്ണി ഗംഗയുടെ സുഹൃത്താണെന്ന് ഗംഗ വിശ്വസിക്കുമ്പോൾ അവൾ തന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്നു. ഈ വിവരങ്ങളാണ് പിന്നീട് ഡോക്ടർ സണ്ണിക്ക് ഗംഗയുടെ രോഗം നിർണ്ണയിക്കാൻ സഹായകമായത്.